അങ്ങനെ ഫൈനലി ഹിമാലയൻ 750 അങ്ങനെ ടെസ്റ്റിംഗിൽ സ്പോട്ട് ചെയ്തിരിക്കുകയാണ്. യു കെയിൽ അവരുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സെന്ററിന്റെ അടുത്താണ് ടെസ്റ്റിംഗിൽ സ്പോട്ട് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ മോട്ടോർ സൈക്കിൾ ഈ വർഷം തന്നെ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. 2026 ഐക്മേയിൽ നടക്കുന്ന ഓട്ടോ ഷോയിൽ ഇത് റിവീൽ ചെയ്യുന്നതായിരിക്കും. എഞ്ചിന് എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് അവർ പുറത്തു വിടുന്നതായിരിക്കും. നിലവിൽ മുന്നേയൊക്കെ കാണിച്ച ഒരു ടെസ്റ്റിംഗ് മോട്ടോർ സൈക്കിൾ ആയിട്ടാണ് നിലവിൽ പ്രൊഡക്ഷൻ റെഡിയായ രീതിയിലാണ് ടെസ്റ്റിംഗിൽ സ്പോട്ട് ചെയ്തിരിക്കുന്നത്. ഇത് അവരൊരു ടൂറിംഗ് മോട്ടോർ സൈക്കിളാണ്. എഞ്ചിൻ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ 650cc ബോർ ചെയ്ത് വലുതാക്കിയ 750cc സിലിണ്ടർ ആയിട്ടുള്ള എഞ്ചിനാണ്. ക്രാങ്ക് വരുന്ന 170 ഡിഗ്രിയാണ്. ഇതിനകത്ത് കമ്പനി റൈഡ് ബൈ വയർ, പിന്നെ റൈഡിംഗ് മോഡ്സ്, ക്രൂസ് കൺട്രോള്, TFT ഡിസ്പ്ലേ ഒക്കെ വരുന്നതായിരിക്കും. അതിനകത്ത് മൊത്തം 3-4 റൈഡിംഗ് മോഡുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ ഷോവയുടെ USD ഫോർക്കാണ് ഫ്രണ്ടിൽ നൽകിയിരിക്കുന്നത്. ഇതിൽ റിയറിൽ മോണോഷോക്ക് സസ്പെൻഷൻ ആണ് നൽകിയിരിക്കുന്നത്. ഫ്രണ്ടിൽ ട്വിൻ ഡിസ്ക് ബ്രേക്ക് ആണ്, ബൈബ്രയുടെ കാലിപ്പർ ആണ്. ഇതിന്റെ വീൽസ് നൽകിയിരിക്കുന്ന ഫ്രണ്ടിൽ 19 ഇഞ്ചും ബാക്കിൽ 17 ഇഞ്ചും വീൽസ് ആണ്. അലോയ് വീലാണ് നൽകിയിരിക്കുന്നത്. ഒരു ടൂറിംഗ് വേരിയന്റ് ആയതുകൊണ്ടാണ് ഓപ്ഷണലായിട്ട് വീല് കമ്പനി നൽകിയേക്കാം. പിന്നെ ഇതിന് നൽകാൻ പോകുന്ന ഫ്രണ്ടിൽ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സസ്പെൻഷൻ ആയിരിക്കും. ബാക്കിൽ അഡ്ജസ്റ്റബിൾ ഉണ്ടോ എന്ന് പിടിക്കാൻ പറ്റില്ല. ഇതെന്തായാലും 5 ലക്ഷത്തിന് മുകളിലോട്ടായിരിക്കും ഏകദേശം പ്രൈസ് വരാൻ സാധ്യത. ഈ മോട്ടോർ സൈക്കിൾ ലോഞ്ച് ചെയ്യാൻ പോകുന്ന 2027 ഈ കാണുന്ന ബ്ലാക്ക് കളർ അല്ലാതെ നല്ല അട്രാക്റ്റീവായ കളറുകളിൽ ലഭ്യമായിരിക്കും. അതായത് റോയൽ എൻഫീൽഡിന്റെ CEO പറഞ്ഞിരിക്കുകയാണ് ഈ വർഷം തന്നെ ഹിമാലയൻ 750 ഐക്മ ഓട്ടോ ഷോയിൽ അൺവീൽ ചെയ്യുന്നതായിരിക്കും. 2027 ഇതിന്റെ ലോഞ്ചും കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ പോകുന്നത്. ഷോറൂമിൽ എത്തിയതിനു ശേഷം ചില കാര്യങ്ങൾ ഞാൻ സംസാരിക്കാം. ദയവ് ചെയ്ത് വീഡിയോ കാണുന്നവന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ നോക്കുക.